പാരൻസിൻ്റെ അടുത്താണ് എനിക്ക് ആക്ച്വലി ചോദിക്കാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു പാരൻ്റ് ആവാൻ യോഗ്യരാണോ? അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള കുട്ടികളെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പാരൻസായ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ അവരെ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പലരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവർ വൺസ് ഇൻ ദെയർ ലൈഫ് അവരെ ചിന്തിക്കണമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരാരും അങ്ങനെ ഒരു ചിന്തയില്ലാതെ ജസ്റ്റ് ഈ യൂണിവേഴ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഇവരങ്ങ് കല്യാണം കഴിക്കുകയും അവർക്ക് കുട്ടികളുണ്ടാവുകയും അങ്ങനെ സംഭവിച്ചു പോയതാണ്. അല്ലാതെ ആരും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നെനിക്കിങ്ങനെ തോന്നുക. പക്ഷെ അറ്റ്ലീസ്റ്റ് അവർ ഒരിക്കലെങ്കിലും അവരുടെ ലൈഫിൽ ചിന്തിക്കണം, ഞങ്ങൾ കുട്ടികളെ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കുന്നതിന് മുൻപ് ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടിയിരുന്നു, എത്രത്തോളം ഞങ്ങൾ അതിൽ ബോധവാന്മാരായിരിക്കേണ്ടിയിരുന്നു എന്നുള്ളത് അവർ ഒരിക്കലെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചില കുട്ടികളെയും അവരെ എന്താ പറയുക ആളുകൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന അവരുടെ പാരൻസിനെയും കാണുമ്പോൾ ഞാൻ ചിന്തിച്ച് പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു കുട്ടി എവിടെ നിന്ന് എങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ കുട്ടി അതിൻ്റെ ചുറ്റുപാടുള്ള കുറച്ച് പേരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അതിൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു LP സ്കൂൾ പ്രായമുള്ളൊരു കുട്ടി ബുദ്ധിമുട്ടിച്ച സമയത്ത് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന ഒരാൾ ചെന്ന് അതിൻ്റെ പാരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പാരൻറ്റിങ് നിങ്ങൾക്ക് ഒട്ടും അറിയില്ല. അയാൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം അയാൾ അത്രത്തോളം ബുദ്ധിമുട്ട് നേരിട്ടു ഈ കുട്ടി കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലാണ് പുള്ളി പറയുന്നത്, നിങ്ങൾ പാരൻറ്റിങ് വളരെ മോശമാണ് നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവനിന്ന് ഈ പരിപാടി കാണിക്കില്ലായിരുന്നു. കുറച്ചെങ്കിലും നിങ്ങൾ കുട്ടിയെ വളർത്തുന്ന കാര്യത്തിൽ കുറച്ചെങ്കിലും ബോധം കാണിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആവുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത്രത്തോളം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി അവിടെ. അത് കാര്യം എനിക്ക് അതിനെ തെറ്റ് പറയാനൊന്നും തോന്നിയില്ല. പക്ഷെ അതിൻ്റെ അമ്മ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിപ്പോൾ എന്താ, കുട്ടികളായ അങ്ങനെയല്ലേ, കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളത് അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കാതിരുന്നാൽ മതി. അതൊക്കെ വലിയ കാര്യമാണ്, അതൊക്കെ വലിയ വിഷയമാണ്, അത് കണ്ണടച്ച് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഇതിനൊക്കെ എന്തിനാ ഇത്ര വലിയ ചാടുന്നേ? അത്രയും എന്താ പറയുക, പൊട്ടിത്തെറിക്കാൻ പാകത്തിന് നിന്ന മനുഷ്യൻ അത്രയും എന്താ പറയുക, അയാളുടെ ഒരു സിവിക് സെൻസ് കൊണ്ട് അയാൾ ആ ഒരു പൊതുമധ്യത്തിൽ ഈ സ്ത്രീയെയും അതിൻ്റെ കുട്ടിയെയും മോശമാക്കി പറയണ്ട എന്ന് കരുതി അയാളുടെ മാക്സിമമാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ അവിടെ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കൊരാളെ കണ്ടറിയാമല്ലോ അയാളുടെ ലിമിറ്റ് എത്രത്തോളം വരും എന്നുള്ളത്. അപ്പോൾ ഇയാൾ അത്രയും അയാളുടെ ഒരു സംയമനത്തിൻ്റെ നെല്ലിപ്പലക ഇങ്ങനെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നത് ഈ സ്ത്രീയുടെ അടുത്ത് അത്രയും നേരം പറഞ്ഞത്, നിങ്ങളുടെ പാരൻറ്റിങ് വളരെ മോശമാണ്, നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണമായിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള നാശനഷ്ടം ഇവിടെ സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അയാൾ എവിടെയും യാതൊരുവിധ അശ്ലീല പദങ്ങളോ അല്ലെങ്കിൽ കുത്തുവാക്കുകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ അയാളുടെ ഫ്രസ്ട്രേഷൻ ത്രൂ ഹിസ് ഡയലോഗ്സ് അയാൾ കൺവേ ചെയ്യുന്നുണ്ട്. ആ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ആ കുട്ടി ഇതൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഏത് സെൻസിലെടുക്കുന്നത്, ഇത് ഇയാളുടെ പ്രശ്നമാണ്, അല്ലാതെ എൻ്റെ സൈഡിൽ തെറ്റൊന്നുമില്ല. കണ്ടില്ലേ എൻ്റെ അമ്മ പറയുന്നേ, ഞാനൊരു കുട്ടിയാണ്, അപ്പം ഞാൻ ചെയ്തത് ഒരു കുട്ടിത്തരമാണ്, നോട്ട് എ പോക്കർത്തരം. സോ അതുകൊണ്ട് തന്നെ അത് ഒരു നോർമൽ തിങ് ആണ്. അതിന് ഇയാൾ കിടന്ന് ചാടുന്നതാണ് ഇവിടുത്തെ ആത്യന്തികമായും ഉള്ള പ്രശ്നം. സോ ഞാനിവിടെ മാറ്റേണ്ടതായിട്ടൊന്നും തന്നെ എൻ്റെ പേഴ്സണാലിറ്റിയിലോ ഒന്നിലും ഇല്ല. എന്തെങ്കിലും മാറ്റം വരുത്തണേ തന്നെ അയാളുടെ സൈഡിലാണുള്ളത്. അത് അയാൾക്ക് വേണേൽ അയാൾ മാറ്റട്ടെ. എൻ്റെ അമ്മ പറഞ്ഞല്ലോ, ഒരു കുട്ടികളാകുമ്പോൾ ഇങ്ങനെയാണ്, കുട്ടികളുടെ കുട്ടിത്തരമാണത്, അതിനെ കണ്ണടച്ച് കാണേണ്ടിയിരുന്നത് അയാളായിരുന്നു, അയാൾ ചെയ്തില്ല. സോ ഏറ്റവും വലിയ തെറ്റുകാരൻ ഈ സീനിൽ അയാളാണ്. സോ അയാൾക്ക് വേണമെങ്കിൽ അയാൾ മാറട്ടെ. ഇങ്ങനെയല്ലേ അവിടെ നിൽക്കുന്ന എട്ടും പൊട്ടും മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി എത്താത്ത കുട്ടി അതിനെ എടുക്കുക. എന്നാണ് ഇങ്ങനത്തെ പാരൻസ് മാറാൻ പോണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ സീനിലും അല്ലാതെയും ഇങ്ങനത്തെ പാരൻസിനെയും കുട്ടികളെയും പൊതുവെ ഈ സമൂഹത്തിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും പുറത്തുള്ള ആരെങ്കിലും ഈ കുട്ടിയുടെ കുട്ടിത്തരം നോട്ടറ്റോളെ കുട്ടിത്തരം എന്ന് മനസ്സിലാക്കി അവരുടെ കൈ അല്ലെങ്കിൽ കരതലം കുട്ടിയുടെ ഏതെങ്കിലും ശരീരഭാഗത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും ഈ പാരൻറ്റ് ചാടിത്തുള്ളി വരിക. എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ തല്ലി കൊല്ലാറാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്
ആക്ച്വലി എവിടെയാണ് ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ ആരംഭം എന്നുള്ളത് ഇവരാരും ആ സമയത്തും ഒരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല. ഇതാണ് ഞാൻ വെരി ഫസ്റ്റ് സംസാരിച്ചത്. നിങ്ങളൊക്കെ പാരൻ്റ് ആവാൻ യോഗ്യരാണോ? ഓരോ പാരൻറ്റും ഞാനൊരു പാരൻ്റ് ആവാൻ യോഗ്യനാണോ എന്നുള്ളത് ഓരോ പാരൻറ്റും ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട വിഷയമാണെന്നുള്ളത് എനിക്കിന്ന് കുറച്ചുകൂടെ തോന്നി. നിങ്ങൾ വൈകിപ്പോയിട്ടൊന്നുമില്ല. കാരണം നിങ്ങളുടെയാണ് കുട്ടികൾ. ഒരിക്കലും ഒരു കുട്ടി ഒരു സാമൂഹ്യ വിരുദ്ധനോ സാമൂഹ്യ വിരുദ്ധയോ ആവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തേണ്ടത് പാരൻസാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക.